കർത്താവിൻ്റെ സാന്നിധ്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. അത് അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദിവസത്തെയും സന്ദേശങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. വളരെ പ്രത്യേകതയുള്ള ടോപ്പിക്കുകളാണ് ഓരോ ദിവസവും ധ്യാനിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ എഴുതി കാണിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള ടോപ്പിക്സ് ഇതിനകത്ത് ധ്യാനിക്കുന്നത് നിങ്ങളെല്ലാവർക്കും വളരെ അനുഗ്രഹമാകുന്നു എന്നറിയിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്തതും എന്നാൽ നമുക്ക് അറിയാം, ഏറെക്കുറെയൊക്കെ നമുക്കറിയാം, എന്നാൽ അതിൻ്റെ വ്യക്തമായ രീതിയിൽ അതിൻ്റെ ടേമുകൾ മനസ്സിലാകാതെ മനുഷ്യനെ വലയ്ക്കുന്ന സാത്താനീയ ഡിലേയെക്കുറിച്ചാണ്. സാത്താനാൽ ഉണ്ടാകുന്ന താമസം പ്രധാനമായും രണ്ട് രീതിയിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾക്ക് കാലതാമസം ഉണ്ടാകാറുണ്ട്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ദൈവം നമുക്കൊരുക്കിയ അവസരങ്ങൾ, അതിനകത്തൊരു കാലതാമസം ഉണ്ടാകാം. കർത്താവ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് അയക്കുന്ന ഉത്തരങ്ങൾ, അതിനകത്ത് കാലതാമസം ഉണ്ടാകാം. ദൈവം നമുക്ക് തന്ന ദർശനങ്ങൾ, നാം കാണാൻ ആഗ്രഹിക്കുന്ന, നാം ആയിരിക്കുന്ന ദർശനത്തിനകത്ത് കാലതാമസങ്ങൾ നമുക്കുണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു കാര്യത്തിന്മേൽ നമുക്ക് കാലതാമസമുണ്ടാകാം. അങ്ങനെ പല നിലകളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും കാലതാമസങ്ങൾ ഉണ്ടാകാം, ഡിലേ ഉണ്ടാകാം. അപ്രതീക്ഷിതമായിട്ട് വരുന്ന ആത്മീയ പ്രതിബന്ധങ്ങളാണിതൊക്കെ. അപ്രതീക്ഷിതമായി വരുന്ന ആത്മീയ പ്രതിബന്ധങ്ങൾ. ഉപവാസത്തിന് കുറവുണ്ടായിട്ടായിരിക്കത്തില്ല, പ്രാർത്ഥനയ്ക്കോ പ്രാർത്ഥനാ ജീവിതത്തിനോ കുറവോ വീഴ്ചയോ ഉണ്ടായിട്ടായിരിക്കത്തില്ല. എന്നാൽ പോലും അപ്രതീക്ഷിതമായി നമ്മളെപ്പോലും ആശ്ചര്യപ്പെടുത്തുകയും തൽഫലമായി മടുപ്പിലേക്കും അലസതയിലേക്കും നിരാശയിലേക്കും പോകത്തക്ക നിലയിൽ കാരണമാകുന്ന സൈറ്റാനിക് ഡിലേ, അതിനെയാണ് ഇന്ന് നാം ദൈവവചനാടിസ്ഥാനത്തിൽ ധ്യാനിച്ച് തകർത്ത് ജയമെടുക്കാനായി പോകുന്നത്. എത്ര ദൈവമക്കൾക്ക് അതിന് താല്പര്യമുണ്ട്? അങ്ങനെ ഒരു ഡിലേ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് ആദ്യം നമ്മൾ പരിശോധിച്ചതിന് ശേഷം നാം ഈ ഒരു മേഖലയിൽ വിടുതലെടുക്കാനായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. ഇന്നത്തെ ഈ കൂട്ടായ്മയിലേക്ക് വളരെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളെയും ഞാൻ സന്തോഷത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയും നിങ്ങളെ കർത്താവ് എല്ലാ വിധത്തിലും അനുഗ്രഹിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്നതിന്മേലൊരു ദൈവിക മറുപടി വെളിപ്പെടുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സാത്താനിക് ഡിലേ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മളൊന്ന് ചുരുക്കിയേ പറഞ്ഞു പോകത്തുള്ളൂ. ഒരു 40 മിനിറ്റിനകത്ത് ഈ സന്ദേശം തീരണമെന്നുള്ളത് കൊണ്ട് ചുരുക്കി പറഞ്ഞു പോകും. എന്നാൽ അതിനകത്ത് വലിയ ആഴം ഉണ്ടാകും. ഒരു ഭക്തൻ്റെ ജീവിതത്തിലാണ് താമസം എന്ന് പറയുന്നൊരു കാര്യത്തെ അവൻ ചിന്തിക്കുന്നത്. ലോകമനുഷ്യൻ ഒരിക്കലും എന്തുകൊണ്ട് എനിക്കിങ്ങനൊരു കാലതാമസം ഉണ്ടാകുന്നു എന്നറിയുന്നെങ്കിലും അത് സാത്താനീയമാണ് എന്ന് ചിന്തിക്കുന്നില്ല. എന്നാൽ ദൈവമക്കളുടെ അവകാശം ബൈബിൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നേടേണ്ടവനും നേടുന്നവനും യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചാൽ ലഭിക്കേണ്ടവനും ലഭിക്കുന്നവനുമാകുന്നു എന്നാണ്. അത് യേശു തന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് രീതിയിൽ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ കാലതാമസം അല്ലെങ്കിൽ ഡിലേ ഉണ്ടാകാറുണ്ട്. ഒന്ന്, ദൈവം തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉത്തരം വൈകിപ്പിക്കുന്ന അവസ്ഥ. രണ്ട്, ദൈവം അയച്ച ഉത്തരം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ സാത്താനാൽ തടയപ്പെടുന്ന ഒരവസ്ഥ. ഇത് രണ്ടും ഒരു മനുഷ്യൻ, ഒരു ആത്മീയൻ യഥാസമയം വിവേചിക്കുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതിനും ദൈവത്തിന് നേരെ ഒരു ഭക്തനെ തിരിക്കുന്നതിനും സാത്താന് സാധിക്കുന്ന ഒരു ടൂളായി മാറും ഈ ഒരു അവസരം. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, ദൈവികമായി വരുന്ന കാലതാമസങ്ങളും സാത്താനീയമായി സൃഷ്ടിക്കുന്ന കാലതാമസത്തെയും തിരിച്ചറിയാനുള്ള ഒരു ജ്ഞാനമാണ്, ഒരു കൃപയാണ്.
സാത്താനികമായ ഡിലേയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സാത്താനികമാകുന്നൊരു ഡിലേ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് സാത്താനികമാകുന്നൊരു ഡിലേ ആണ് എന്നെങ്ങനെ മനസ്സിലാക്കാം? നോക്കിക്കോ, ഒരു പ്രശ്നത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ആ പ്രശ്നം സോൾവ് ചെയ്യാൻ കണക്കിനായി നിൽക്കുന്നു. ഒരു സെറ്റിൽമെൻറ്റിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിന് പോംവഴി കണ്ടു, അതിന് നമ്മൾ ആരെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചു, എല്ലാ കാര്യങ്ങളും ആശയവിനിമയം നടത്തി, ഓക്കെ, ഡേറ്റും സമയവും കാലവും എല്ലാം ഫിക്സ് ചെയ്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായതിന് ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞ് എത്തി, പിടിച്ചു, നേടി എന്ന് പറയുന്നതിൻ്റെ വക്കിലെത്തുമ്പോഴായിരിക്കും അതങ്ങോട്ട് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുന്നത്. ഒന്നുകിൽ പോസ്റ്റ്പോൺ ചെയ്യും, അല്ലെങ്കിൽ ആ പദ്ധതി അവിടെ തന്നെ അങ്ങ് ഉപേക്ഷിച്ചു എന്നുള്ളൊരു വാർത്ത കിട്ടും, അല്ലെങ്കിൽ അത് നീട്ടിവെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പിന്നീട് പറയാം, അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അപ്രതീക്ഷിതമായ ഒരു തടസ്സം വന്നു, അപ്രതീക്ഷിതമായ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അപ്രതീക്ഷിതമാകുന്ന ഒരു നഷ്ടം സംഭവിച്ചു, അതുകൊണ്ട് ഇപ്പോൾ സാധിക്കത്തില്ല തുടങ്ങി എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ നീണ്ടു പോകുന്ന അവസ്ഥ. ഒരു വീടിൻ്റെ പണി തുടങ്ങി, അടിസ്ഥാനമിട്ടു, അതുവരെ വളരെ ഫാസ്റ്റായിട്ട് പോയി. അതിനുശേഷം നമ്മൾ കോൺട്രാക്ടർക്ക് കൊടുക്കേണ്ട തുകയും കൊടുത്തു. പക്ഷെ കോൺട്രാക്ടർക്ക് വന്ന് പണി എടുപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ അദ്ദേഹത്തിന് തടസ്സം. ഒന്നുകിൽ അദ്ദേഹത്തിന് ആക്സിഡൻറ്റ് പറ്റും, അല്ലെങ്കിൽ അദ്ദേഹം വീണ് എല്ലൊടിയും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെടും, അല്ലെങ്കിൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസ മറിഞ്ഞു പോകും. അങ്ങനെ പല രീതിയിലാണെങ്കിൽ പോലും എങ്ങനെയാണെങ്കിലും നമ്മുടെ വീടിൻ്റെ പണി പൂർത്തിയാക്കാത്ത ഒരവസ്ഥ. സൈറ്റാനിക് ഡിലേ. കൊച്ചിൻ്റെ വിവാഹകാര്യവും അങ്ങനെ തന്നെ. എല്ലാം പറഞ്ഞുറപ്പിച്ചു, ഡേറ്റും കുറിച്ചു, സഡൻലി വിളിച്ചു പറയുന്നു വിവാഹം ഇപ്പം നടക്കത്തില്ല, 2 വർഷത്തേക്കൂടെ വിവാഹം നീട്ടിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഇന്നതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞ് അതങ്ങനെ അങ്ങ് പോകും. ജോലി നിങ്ങൾ കയറിപ്പോരെ, ഇവിടെ ജോലി റെഡിയാണ്, നിങ്ങൾ വന്ന് ജോയിൻ ചെയ്താൽ മതി, ഒന്ന് സൈൻ ചെയ്താൽ മാത്രം മതി, നിങ്ങളുടെ സീറ്റൊക്കെ ഇവിടെ ഒരുക്കി ഇട്ടേക്കുകയാണെന്ന് പറയും. ഇവിടുന്ന് ഫ്ലൈറ്റ് കയറും, അവിടെ പോകും. അവിടെ പോകുമ്പോൾ കാണാം അവിടുത്തെ ജോലി മറ്റൊരാൾക്ക് കൊടുത്തുപോയി എന്ന് പറയുന്നൊരവസ്ഥ. അല്ലെങ്കിൽ ഇപ്പോൾ താൽക്കാലികമായി സഡൻലി വന്നൊരു ഓർഡറാണ്, ഇപ്പോൾ താൽക്കാലികമായി ആൾക്കാരെ എടുക്കുന്നില്ല എന്ന് പറയുന്നൊരവസ്ഥ. ജോലിയുടെ സാലറി ആണെങ്കിൽ അങ്ങനെ തന്നെ, എല്ലാവർക്കും കിട്ടും, നമുക്ക് കിട്ടുകയില്ല. നമ്മളും അപ്പുറത്തെ ചാക്കോച്ചന് ഒരുമിച്ച് വയൽ നിലമൊരുക്കി വിത്തെറിയും, പുള്ളിക്ക് മുളയ്ക്കും, നമുക്ക് മുളയ്ക്കത്തില്ല തുടങ്ങി നമുക്ക് തന്നെ നമ്മോട് വെറുപ്പ് തോന്നുന്ന രീതിയിലുള്ള അപ്രതീക്ഷിതമെന്ന് തോന്നുന്നെങ്കിലും അപ്രതീക്ഷിതമെന്ന വാക്കിനകത്തൊതുക്കാൻ പറ്റാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ, വിഘ്നങ്ങൾ, കാലതാമസങ്ങൾ, നീട്ടിവെക്കലുകൾ, ഇതൊരു പരമ്പരയായി തുടരുന്ന അവസ്ഥയാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങളൊരു സാത്താനിക കാലതാമസത്തിൻ്റെ കെണിക്കകത്ത് പെട്ടിരിക്കുന്നു. ഇതാണ് സൈറ്റാനിക് ഡിലേ. 10 അംഗങ്ങൾ ഒരുമിച്ച് തീരുമാനം എടുക്കും, 9 പേരുടെ മനസ്സും അനുകൂലമാകും, 10ാമത്തവൻ മാത്രം ഇടഞ്ഞു നിൽക്കും. ഇതാണ് സൈറ്റാനിക് ഡിലേ. ഹല്ലേലൂയ. ഇതാണ് സൈറ്റാനിക് ഡിലേ. നമുക്ക് ശേഷം വന്ന എല്ലാവർക്കും സാലറി ഇൻക്രിമെൻ്റ് കിട്ടി. നമ്മൾ അവരെക്കാൾ 5 വർഷം മുന്നേ വന്നതാണ്, പക്ഷെ നമുക്ക് മാത്രം സാലറി ഇൻക്രിമെൻ്റ് വരുന്നില്ല. ഇതാണ് സൈറ്റാനിക് ഡിലേ. എല്ലാവർക്കും പ്രൊമോഷനായി, പുള്ളി പഴയ സീറ്റിൽ തന്നെ ഇരിക്കുക. ഇതാണ് സൈറ്റാനിക് ഡിലേ. ഹല്ലേലൂയ. എല്ലാവർക്കും വിസ വന്നു, അവർക്ക് മുമ്പേ അപ്ലൈ ചെയ്ത നമുക്കിതുവരെ വിസ വന്നില്ല. ഇതാണ് സൈറ്റാനിക് ഡിലേ. എല്ലാവരുടെയും കൂടെ പഠിച്ച എല്ലാവരുടെയും വിവാഹമായി, നമുക്ക് മാത്രം പെണ്ണ് കാണൽ മാത്രമേ നടക്കുന്നുള്ളൂ, വിവാഹം നടക്കുന്നില്ല. ഇതാണ് സൈറ്റാനിക് ഡിലേ. ഇത് ഒരാത്മീയൻ തിരിച്ചറിഞ്ഞാൽ ഇതിനെ തകർക്കാൻ പറ്റും. ഇതൊരു ആത്മീയനാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഫൈറ്റുകൾ അനുഭവിക്കുന്നത്. ഒരു ആത്മീയൻ്റെ ജീവിതത്തിലാണ് ഇങ്ങനെയുള്ള വെല്ലുവിളികൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇല്ലെന്നല്ല, പക്ഷെ കണ്ടുവരുന്നത് അങ്ങനെയാണ്. ഇതൊരു ആത്മീയന് മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതൊരു ആത്മീയന് മാത്രമേ തകർക്കാനും പറ്റത്തുള്ളൂ. അതിനുള്ളൊരു അഭിഷേകം കർത്താവ് നിങ്ങളുടെ മേലയക്കും. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. ഇന്ന് ഇത് മാത്രം ധ്യാനിച്ചാലും കുഴപ്പമില്ലെന്ന് എൻ്റെ പക്ഷം. ദാനിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 10ാമത്തെ അധ്യായം, അതിൻ്റെ ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് ഒന്ന് വന്നേ. താങ്ക് യു ഹോളി ഗോസ്റ്റ്. ഓ മൈ ഗാഡ്. ദാനിയേലിൻ്റെ പുസ്തകം 10ാമത്തെ അധ്യായം.
Glory to Jesus. Ram Shatene Antalaraba. Ram Satele Rebika Mama Mama Mama. അതിൻ്റെ 10-ാമത്തെ അധ്യായം 10 മുതലുള്ള വാക്യങ്ങളൊന്ന് നോക്കിക്കേ. അല്ല, 11 മുതലുള്ള വാക്യങ്ങളൊന്ന് നോക്കിക്കേ. ദാനിയേലിൻ്റെ പ്രവചന പുസ്തകം 10-ാമത്തെ അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ. അവൻ എന്നോട്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കാം. ഞാൻ ഇപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഈ വാക്ക് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് നിവർന്നു നിന്നു. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ, ഭയപ്പെടേണ്ട. നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. ദാനിയേൽ ഒരു 21 ഡേയ്സ് താൻ കണ്ട അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ദർശനത്തിൻ്റെ മറുപടിക്കും ക്ലാരിറ്റിക്കും കൺഫർമേഷനും വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. 21-ാമത്തെ ദിവസത്തിൽ ഏത് ദിവസമാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് അറിയത്തില്ല. പക്ഷേ 21 ദിവസത്തിന് മുൻപേ മറുപടി വന്നു. അത് 19-ാമത്തെ ദിവസമാണോ 18-ാമത്തെ ദിവസമാണോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ 21 ദിവസത്തിനകത്ത് മറുപടി വന്നു. എന്നാൽ 21 ദിവസത്തിനകത്ത് 19-ാമത്തെ ദിവസമാണെങ്കിലും 20-ാമത്തെ ദിവസമാണെങ്കിലും 21-ാമത്തെ ദിവസമാണെങ്കിലും അല്ല മറുപടി വരേണ്ടത്. മറുപടി 1-ാമത്തെയോ 2-ാമത്തെയോ 5-ാമത്തെയോ ദിവസത്ത് വരേണ്ട ഒരു മറുപടി ആയിരുന്നു. എന്നാൽ ഡിലേ ചെയ്തു, മറുപടി ഡിലേ ചെയ്തു. ഇപ്പോൾ ദൂതൻ അടുത്ത് വന്നു, ഗബ്രിയേൽ അടുത്ത് വന്നു. ഇപ്പോൾ ദാനിയേലിനോട് സംസാരിക്കുന്നു, ഇപ്പോൾ ദൈവിക ആലോചനകൾ കൈമാറുന്നു. പക്ഷേ ഇവിടെ ദൂതൻ കാരണം ദാനിയേലിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഞാൻ എന്തുകൊണ്ട് ലേറ്റായി ദാനിയേലേ? ഗബ്രിയേൽ എന്ന ഞാൻ എന്തുകൊണ്ട് ലേറ്റായി? ദാനിയേൽ എന്ന ദൈവത്തിന് ഇഷ്ടപ്പെട്ട മകന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മറുപടി എന്തുകൊണ്ട് ലേറ്റായി? താഴേക്ക് നോക്കാം. നിന്റെ മുമ്പാകെ മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. ഗബ്രിയേൽ പറയുകയാണ്. എന്നാൽ 13-ാമത്തെ വാക്യം ഭയങ്കര ശ്രദ്ധേയമാണ്. പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. വിച്ച് മീൻസ് 21-ാമത്തെ ദിവസം ഫാസ്റ്റിംഗ് പ്രയർ അവസാനിക്കുന്നതിൻ്റെ അവസാന ദിവസമാണ് ഗബ്രിയേൽ എന്ന് പറയുന്ന ദൂതൻ മാലാഖ ദാനിയേലിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ സാധിച്ചത്. കാരണം ദൂതൻ വ്യക്തമാക്കുന്നു, ദൈവം എന്നെ 21-ാമത്തെ ദിവസം അയച്ചതുകൊണ്ടല്ല, ഞാൻ 21-ാമത്തെ ദിവസമേ വരത്തുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചതല്ല, ശാഠ്യം പിടിച്ചതല്ല. പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാഴ്സി രാജാക്കന്മാരോടുകൂടി അവിടെ വിട്ടേച്ച് നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനിപ്പോൾ വന്നിരിക്കുന്നു. ദർശനം ഇനിയും ബഹുകാലത്തേക്കുള്ളതാകുന്നു. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ആഴവും ഞാൻ ഈ വായിച്ച വചനത്തിൻ്റെ ഡെപ്ത് എത്ര വലുതാന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പിടികെട്ടും. പലതും വർഷങ്ങൾ പെൻഡിങ് ആയി കിടക്കുന്നതിന്റെ കാര്യം എന്നതാന്ന്. ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ പ്രാർത്ഥനാ വീരനാണെന്നും സകല മേഖലയിലും നൈപുണ്യമുള്ള കൃപയുള്ളൊരു മനുഷ്യനാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എന്തൊരു വിഷയത്തിനും പ്രാർത്ഥനയിൽ ദൈവത്തോട് ചോദിക്കുന്ന ഒരു മനുഷ്യനാണ് ദാനിയേൽ എന്ന് നിങ്ങൾക്കറിയാം. ദാനിയേൽ ചോദിച്ച എല്ലാ കാര്യത്തിനും ദൈവം ഇതുവരെയും നാളിതുവരെയും ക്ലാരിറ്റി വരുത്തിയിട്ടുള്ള ചരിത്രമേ ദാനിയേലിന്റെ പ്രവചന പുസ്തകം പറയുന്നുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. രാജാവിന് കിട്ടാത്ത സ്വപ്നത്തിന്റെ ഉത്തരം പോലും ദാനിയേലിന് കൊടുത്തവനാണ് നമ്മുടെ ദൈവമെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഇവിടെ കണ്ട ഒരു വല്ലാത്ത സ്വപ്നം, കണ്ട ഒരു വല്ലാത്ത ദർശനത്തിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടി ഭക്ഷണപാനീയങ്ങളെ വെടിഞ്ഞ് 21 ദിവസം
ദർശനത്തിന് ശ്രദ്ധ വെച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന ദാനിയേലിന്റെ മുമ്പിൽ ഇപ്പോൾ മറുപടി വരാൻ ഒരു കാലതാമസം, മറുപടി ലഭിക്കാൻ ഒരു കാലതാമസം. ഇത്രയും കാലവും ഞാൻ പ്രാർത്ഥിച്ച് നേടിയതേ ഉള്ളൂ എല്ലാം എന്ന് പറയുന്ന ദാനിയേലിന് പ്രാർത്ഥിച്ച് 21 ദിവസത്തിലേക്ക് സൂര്യൻ ഉദിക്കുമ്പോഴും മറുപടി വന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് സാധാരണമായി കാണേണ്ട ഒരു കാര്യമല്ല. കാരണം ദൂതൻ ഇവിടെ എഗ്രി ചെയ്യാണ്, നീ നിന്നെ തന്നെ താഴ്ത്തി എന്നോട് നിന്നെ തന്നെ താഴ്ത്തി ദർശനത്തിന് ശ്രദ്ധ വെച്ച് പ്രാർത്ഥനയിൽ നീ സ്ഥിരത കാണിച്ച 1-ാം ദിവസം മുതൽ തന്നെ ദാനിയേലേ, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. പക്ഷെ ഞാൻ അവിടുന്ന് അയക്കപ്പെടുകയും ഞാൻ പുറപ്പെട്ടു വരികയും ചെയ്തു. പക്ഷെ പാഴ്സി രാജ്യത്തിന്റെ പ്രഭു, ഇത് സാത്താന്യ ശക്തികളെ കുറിക്കുന്ന ഒരു പരാമർശമാണ്. പാഴ്സി രാജ്യത്തിന്റെ പ്രഭു എന്നതൊരു സാത്താന്യ ശക്തിയുടെ നിഴലായ പേരാണ്. പൊരുൾ ഒരുപക്ഷെ പാഴ്സി രാജാവ് തന്നെ ആയിരിക്കാം. എന്നാൽ രാജാവിന് ദൂതനെ തടയാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, രാജാവ് ദൂതനെ തടഞ്ഞു എന്ന് വരികിലും രാജാവ് തടഞ്ഞുവെങ്കിൽ അതൊരു സാത്താനിയ ഏജന്റായി പ്രവർത്തിച്ചുകൊണ്ട് ദൂതന്റെ വരവിനെയും പ്രാർത്ഥനയുടെ മറുപടിയെയും തടഞ്ഞു എന്ന് പറയുന്നതിലും തെറ്റില്ല. പാഴ്സി രാജ്യത്തിന്റെ പ്രഭു എന്നെ തടഞ്ഞു. ഏതൊരു പ്രദേശത്തിനും ഒരു ടെറിട്ടോറിയൽ സ്പിരിറ്റ് ഉണ്ട്. പേർഷ്യൻ സാമ്രാജ്യം ഭരിക്കുന്നതിന് ഒരു ടെറിട്ടോറിയൽ സ്പിരിറ്റ് ഉണ്ട്. ദാറ്റ്സ് എ ഡീമൺ സ്പിരിറ്റ്. നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ ഭരിക്കുന്ന ഒരു ടെറിട്ടോറിയൽ സ്പിരിറ്റ് ഉണ്ട്. നിങ്ങൾ മറ്റൊരു രാജ്യത്തിലാണെങ്കിൽ ആ ഒരു രാജ്യത്തെ ഭരിക്കുന്ന അവിടുത്തെ ഒരു ദേശാധിപ ശക്തിയുണ്ട്. അതിന്മേൽ ഒരു മനുഷ്യന് ജയമെടുക്കണമെങ്കിൽ ദർശനത്തിന് ശ്രദ്ധ വെക്കുന്ന ഒരു അസാമാന്യമാകുന്ന ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം വ്യാപരിച്ചേ തീരൂ. ദാനിയേലിന്റെ പ്രാർത്ഥനയെ കുറിച്ച് മറ്റുള്ളവരുടെ പ്രാർത്ഥനയെ പറയുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദർശനത്തിന് ശ്രദ്ധ വെച്ചവൻ, ചുരുക്കി പറഞ്ഞാൽ അവന്റെ ശ്രദ്ധ പതറാത്ത പ്രാർത്ഥനയ്ക്ക് ദൂതൻ അടുത്തു വരാതിരിക്കാൻ കഴിഞ്ഞില്ല. ആത്മാർത്ഥതയോട് കൂടിയ പ്രാർത്ഥനയ്ക്ക് ദൂതൻ അടുത്തു വരാതിരിക്കാൻ കഴിഞ്ഞില്ല. തീർന്നില്ല. ഗബ്രിയേൽ ദൂതനാണ് അസൈൻമെന്റ് ഏറ്റെടുത്തതെങ്കിലും, ഗബ്രിയേൽ ദൂതനാണ് പ്രോജക്റ്റ് ചെയ്യാൻ തയ്യാറായതെങ്കിലും, അസൈൻമെന്റുമായി പുറപ്പെട്ട ഗബ്രിയേലിനെ പാഴ്സി പ്രഭു തടഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പേർഷ്യൻ സാമ്രാജ്യത്തിലെ പാഴ്സ്യ ശക്തികൾ തടഞ്ഞപ്പോൾ, പൈശാചിക ശക്തികൾ തടഞ്ഞപ്പോൾ തീർന്നില്ല. പ്രധാന ദൂതനായ മിഖായേലിനെ കൂടെ സ്വർഗം സഹായത്തിനായി ഇറക്കി. വാസ്തവമായി ദാനിയേലിന്റെ പ്രാർത്ഥനയിൽ ഗബ്രിയേൽ ഇറങ്ങേണ്ട കാര്യമേ ഉള്ളൂ. എന്നാൽ ഗബ്രിയേലിനെ പോലും തടയുന്ന സാത്താന്യ ശക്തി ഉണ്ട് എന്നറിഞ്ഞ ദൈവം മൗനമായി ഇരുന്നില്ല സുഹൃത്തെ. അവിടുന്ന് മിഖായേലിനെ അയച്ച് പ്രാർത്ഥനയുടെ മറുപടിയുടെ തടസ്സത്തെ തകർത്ത് പ്രാർത്ഥനയുടെ മറുപടി കൃത്യസമയം 21-ാമത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപേ ദാനിയേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. എങ്കിൽ ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം ഇന്ന് പകൽ ആരോടോ പറയുകയാണ്, ഇതുവരെ തടഞ്ഞു നിന്ന മറുപടികളെ വെട്ടിപ്പിടിക്കാനുള്ള ദർശനത്തിന് ശ്രദ്ധ വെച്ച ഒരു പ്രയർ അനോയിന്റിംഗ്. ഓ ജീസസ്, ഇതാരുടെയോ മേൽ വീഴുകയാണ്. പ്രാർത്ഥിച്ചു മതി എന്ന് പറഞ്ഞ്, പ്രാർത്ഥിച്ചു മടുത്തു എന്ന് പറഞ്ഞ്, പ്രാർത്ഥിച്ചു വിട്ടു എന്ന് പറഞ്ഞ ചില കേസിന്റെ ഒക്കെ മറുപടികൾ ദൈവം തരാഞ്ഞിട്ടല്ല എന്ന് ആത്മാവ് പറയുന്നു. ചിലതിന്റെയൊക്കെ മറുപടി കർത്താവ് തരാഞ്ഞിട്ടല്ല, പക്ഷെ ചില ടെറിട്ടോറിയൽ സ്പിരിറ്റിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഉയർന്ന അഭിഷേകം, Almighty power in the name of Jesus. ഇന്ന് രാത്രിയിൽ അത് വ്യാപരിക്കുകയാണ്. ഇന്ന് വിശ്വസിക്കുന്നവരുടെ മേൽ അത് വ്യാപരിക്കുകയാണ്. അത്ഭുതകരമാകുന്ന ഒരു മറുപടി ദൂതൻ മുഖേന നിങ്ങളുടെ കയ്യിൽ എത്തണമെന്ന് ദൈവം ചില നാളുകൾക്ക് മുൻപേ തീരുമാനിച്ചതാ. എന്നാൽ ചില പാഴ്സി ശക്തിയെ തരണം ചെയ്യുന്ന, ചില പേർഷ്യൻ സാമ്രാജ്യത്തെ ഭരിക്കുന്ന ഡിമോണിക് സ്പിരിറ്റിനെ തരണം ചെയ്യുന്ന, ആമേൻ, അതിനെ ക്രോസ് ഓവർ ചെയ്യുന്ന, അതിനെ മെതിച്ചു കൊണ്ടുപോകുന്ന ഒരു മെതിവണ്ടിയാക്കി ദാനിയേലിനെ ദൈവം മാറ്റിയതാണ്. ദൂതന് ദാനിയേലിന്റെ അടുത്ത് ഇറങ്ങുവാൻ സഹായമായത്. ദൂതന വന്ന് ദാനിയേലിനോട് പറയുന്നത്, എന്റെ പൊന്നുമോനെ വലഞ്ഞുപോയടാ, നിന്റെ അടുത്ത് ഞാൻ ഇതിനു മുന്നേ ഇറങ്ങേണ്ടതാ. നിന്നെ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിക്കത്തില്ലായിരുന്നു. നിന്നെ പരീക്ഷിച്ചറിയേണ്ട കാര്യമൊന്നുമില്ല. നീ ആള് നേരുള്ളവനാ. പക്ഷേ പേർഷ്യൻ സാമ്രാജ്യം കടന്ന് എന്നെ വരാൻ അനുവദിച്ചില്ല. ഗബ്രിയേലാകുന്ന എന്നെ, ദൂതനാകുന്ന എന്നെ കടന്നു വരാൻ അനുവദിച്ചില്ല. ഞാൻ പറയുന്ന ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? ദൂതനെ ബ്ലോക്ക് ചെയ്തെങ്കിൽ
എൻ്റെ സഹായമാകുന്ന ദൂതനെ ബ്ലോക്ക് ചെയ്തെങ്കിൽ, എനിക്ക് മറുപടി കൊണ്ടുവരുന്ന ദൂതനെ ബ്ലോക്ക് ചെയ്തെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന പ്രധാന ദൂതനാണ് ഗബ്രിയേൽ എന്ന് ഓർക്കണം. പ്രധാന ദൂതനാണ് ഗബ്രിയേൽ എന്ന് ഓർക്കണം. ആ പ്രധാന ദൂതനെ ബ്ലോക്ക് ചെയ്തെങ്കിൽ, ഒന്ന്, പ്രാർത്ഥനയുടെ മറുപടി തടയുന്നു എന്ന് പറയുന്നത് ഒരു മിത്തല്ല എന്ന് മനസ്സിലാക്കാം. രണ്ട്, പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനെ തടയുന്നത് അത്ഭുതമായി നോക്കുകയും വേണ്ട. കാരണം ദൈവത്തിൻ്റെ സന്നിധി എന്തെന്നും, ദൈവശക്തി എന്തെന്നും, തേജസ് എന്തെന്നും, ദൈവം എന്തെന്നും, ദൈവലോകം എന്തെന്നും തിരിച്ചറിയുന്ന ഏഞ്ചലിനെ തടയുന്ന സൈറ്റാനിക് പവർ, ഇതിനെ തകർക്കണമെന്നുണ്ടെങ്കിൽ ദൂതന്മാർക്ക് ദൈവസന്നിധിയിൽ നിന്ന് ലഭിച്ച ശക്തി പോലും പോരാന്ന് ഞാൻ പറയും. കാരണം ഞാൻ ജീവിക്കുന്നത് ദൂതന്മാർ താമസിക്കുന്ന ലോകത്തിലല്ല, ഞാൻ ജീവിക്കുന്ന ഭൂമിയിലാണ്. ഡീമൺസിൻ്റെ ലോകത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അന്ത്യകാലഘട്ടത്തിൽ ജീവിക്കുന്നത് ഭൂതങ്ങളുടെ വാഴ്ചകൾ നടക്കുന്ന, അവരുടെ പ്രിൻസിപ്പാലിറ്റീസ് ഉള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതിനെ ജയിക്കുന്ന തരത്തിൽ ദാനിയേലിൻ്റെ മേൽ വ്യാപരിച്ച ഒരു അഭിഷേകം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. കാരണം 21-ാമത്തെ ദിവസം ഉച്ചവരെയും മറുപടി വരാത്തത് കൊണ്ട് ദാനിയേൽ പോയി കഞ്ഞി കുടിച്ചു എന്നുണ്ടെങ്കിൽ ദൂതന് പോലും ന്യായമായും ദാനിയേലിൻ്റെ അടുത്ത് വരാനൊക്കത്തില്ല. കാരണം മടുത്തു പോയത് കൊണ്ടാണ്. ഇനിയിപ്പോൾ എത്ര സമയമുണ്ട്? ഇനി ഒരു 3-4 മണിക്കൂറുണ്ട് ഫാസ്റ്റിംഗ് കട്ട് ചെയ്യാൻ. എന്തിനാ? മറുപടി കിട്ടിയില്ല, കർത്താവ് സ്വപ്നത്തിൽ വല്ലതും വെളിപ്പെടുത്തുമായിരിക്കും എന്നും പറഞ്ഞ് പുള്ളി പോയി കഞ്ഞി കുടിച്ചു എങ്കിൽ തീർന്നു കഥ. സുഹൃത്തെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള പല ഉപവാസ പ്രാർത്ഥനകൾ എടുത്തു മടുത്തു വിട്ട വ്യക്തിയാണ് നിങ്ങൾ. 21 എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ 10-ലും 12-ലും ഒക്കെ നിങ്ങൾ മടുത്ത് നിർത്തിക്കളഞ്ഞു, എന്തോ മടിപ്പിച്ചു കളഞ്ഞു. ഞാനൊരിക്കലും നിങ്ങളുടെ തെറ്റാന്ന് പറയത്തില്ല. പല തീരുമാനങ്ങളും എടുത്തിട്ട് എന്തിനാ ഇനി വെറുതെ വയറുണക്കാനെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ നിസ്സാരമായി കണ്ടു. പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭുവിനും അത് തന്നെ ആയിരുന്നു വേണ്ടത്. നിങ്ങൾ ഇതിനെയൊക്കെ നിസ്സാരമായി കണ്ടേ തള്ളണം. നിങ്ങളുടെ അടുത്തൊരു ദൂതൻ വരുന്നത് അദ്ദേഹത്തിന് പറ്റത്തില്ല. നിങ്ങളുടെ അടുത്തൊരു പ്രാർത്ഥനയുടെ മറുപടി ഇറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ നാടിനും രാജ്യത്തിനും കേടാ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിക്ക് കേടാ. അതുകൊണ്ട് എവിടെയൊക്കെയോ ഉപേക്ഷ വിചാരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ദാനിയേലിൻ്റെ മാർഗത്തെ പിന്തുടരുന്നതിൽ തെറ്റില്ല. കാരണം ദൈവസന്നിധിയിൽ ആ അധ്യായം 10-ാമത്തെ അധ്യായമൊക്കെ എഴുതി തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്കുന്ന ഇങ്ങനെയാണ്: അവൻ ആ കാര്യം ചിന്തിച്ച് ദർശനത്തിന് ശ്രദ്ധ വെച്ചു. ഇന്നേതോ ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആ കാര്യത്തിന് ശ്രദ്ധ വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയ ചിലരോട് പറയുക, നിങ്ങളുടെ മറുപടിയുമായി ദൂതൻ വരാൻ സമയമായി, നിങ്ങളുടെ മറുപടിയുമായി ദൂതൻ വരാൻ സമയമായി. ഒരു വാക്കും കൂടെ വായിച്ച വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്തു പറയാതിരുന്നാൽ തെറ്റായി പോകും. ആ പ്രാർത്ഥനയുടെ മറുപടികൾ തടയണമെന്നുണ്ടെങ്കിൽ, ആ പ്രയറിൻ്റെ മറുപടികൾ തടയപ്പെടുന്നു എന്നുണ്ടെങ്കിൽ മറുപടി ഭയങ്കര വലുതാ, മറുപടി ഭയങ്കര വലുതാ, മറുപടി ഭയങ്കര വലുതാ. യേശുവിൻ്റെ നാമത്തിൽ ചിലരോട് ദൈവാത്മാവ് ഇന്ന് രാത്രി ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവചിച്ചു പറയുന്നു, മറുപടി ഭയങ്കര വലുതായതുകൊണ്ടാണ് ഇത്രയും കാലതാമസം, മറുപടി ഭയങ്കര വലുതായതുകൊണ്ടാണ് ഇത്രയും വെല്ലുവിളികൾ, മറുപടി ഭയങ്കര വലുതായതുകൊണ്ടാണ് ഇത്രയും എതിർപ്പ്, മറുപടി ഭയങ്കര വലുതായതുകൊണ്ടാണ് ഈ സ്ട്രഗിൾ ചെയ്യുന്നത്. എന്നാൽ 21-ാമത്തെ ദിവസമായിട്ടും ഉച്ച കഴിഞ്ഞിട്ടും മറുപടി വരാതിരുന്നിട്ടും ദാനിയേൽ പ്രയർ അവസാനിപ്പിച്ചില്ല. ദൈവത്തിന്റെ പദ്ധതി ഇതായിരുന്നു: ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപേ ഇവന്റെ കയ്യിൽ ഞാൻ മറുപടി എത്തിച്ചിരിക്കും. മിഖായേലേ, പോ നിന്റെ സഹോദരനെ സഹായിക്കാൻ. യേശുവിൻ നാമത്തിൽ ഒരു 2-ാമത്തെ ആജ്ഞ സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുകയാണ്. ഗബ്രിയേലിനെ അയച്ചതിന്റെ പുറകെ ഗബ്രിയേലിനെ പോലും തടഞ്ഞതിനെ തകർക്കാൻ ഒരു 2-ാമത്തെ ആജ്ഞ ഭക്തനു വേണ്ടി സ്വർഗം വെളിപ്പെടുത്തുന്ന ഒരു ദിവസം. ആമേൻ. ഞാൻ അത് യേശുവിൻ നാമത്തിൽ ഏറ്റെടുക്കുകയാണ്. എന്റെ പ്രാർത്ഥനയിൽ എവിടെയെങ്കിലും ഒക്കെ മറുപടി ബ്ലോക്കായി കിടക്കുന്നെങ്കിൽ ഇന്നൊരാജ്ഞ 2-ാമത് ദൈവത്തിന്റെ ആത്മാവ് പുറപ്പെടുവിക്കട്ടെ. I receive it in Jesus' name. Amen. ദൂതൻ വന്ന് ദാനിയേലിനോട് പറയണമെങ്കിൽ എന്താ ഇവര് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്നൊന്ന് ഓർത്തെ.
ദൂതൻ വന്ന് ദാനിയേലിനോട് പറയേണ്ട കാര്യമുള്ളൂ, ഞാൻ മറുപടി ഇപ്പം കൊണ്ടുവന്നു, മറുപടി കൊണ്ടുവന്നല്ലോ, അതുകൊണ്ട് നിന്നോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് നോ, പ്രാർത്ഥിക്കുന്ന മനുഷ്യനോട് ദൈവം എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ എന്തുകൊണ്ട് വൈകി? പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭു. സഹോദര സഹോദരി, എവിടെയോ ചില പ്രഭുത്വ ശക്തികൾ നിങ്ങളുടെ പ്രാർത്ഥനയെ ഭയപ്പെടുന്നു, നിങ്ങൾക്ക് ലഭിക്കുന്ന മറുപടിയെ ഭയപ്പെടുന്നു, നിങ്ങളുടെ മിനിസ്ട്രിയെ ഭയപ്പെടുന്നു, നിങ്ങളുടെ കോൺഫിഡൻസിനെ ഭയപ്പെടുന്നു, നിങ്ങളുടെ ടങ്സിനെ ഭയപ്പെടുന്നു. എന്നാൽ ഇന്ന് ആത്മാവ് ചിലരോട് പറയുകയാണ്, ദൈവം നിന്നെ ഒരുക്കിയെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ മടുത്തു പോകാതെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മറുപടി ഭയങ്കര വലുതാണ്. മറുപടി ഭയങ്കര വലുതാണ്. മറുപടി ഭയങ്കര വലുതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മറുപടി തടയുന്ന ദൂതനെ, മറുപടി തടയുന്ന പാഴ്സ്യ ശക്തികളെ ദൈവം തകർക്കാൻ തന്നെ തീരുമാനിച്ചതിൻ്റെ കാരണം ഒരു ടാർജറ്റുള്ളൊരു പ്രെയർ ആയിരുന്നു, ഉദ്ദേശത്തോടു കൂടിയ പ്രാർത്ഥനയായിരുന്നു. ഇത് ഈ മീറ്റിങ്ങിൽ നിങ്ങൾ കടന്നതിനൊരു ഉദ്ദേശം വേണം. നിങ്ങൾ ഈ എഫഥായിൻ ജീസസ് മിനിസ്ട്രീസിൽ കണ്ടിന്യൂ ചെയ്യുന്നതിന് ഒരു ഉദ്ദേശം വേണം. വെറുതെ എന്തെങ്കിലും കേട്ട് പോകാം അല്ല, ഒരു 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 ഉദ്ദേശം വേണം. നിങ്ങൾ ഈ വേർഡ് കേൾക്കുന്ന എന്തിനാ? ഒരു ഉദ്ദേശം വേണം. ഉദ്ദേശമുള്ളവനെയും ലക്ഷ്യബോധമുള്ളവനെയുമാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ പാഴ്സി ശക്തികൾ തടയുന്നത്. 1-2 ദിവസമല്ല, 21 ദിവസം. എന്തായിരുന്നു അപ്പോൾ ആ ഒരു ആത്മയുദ്ധമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ 41 ഡേയ്സ് അല്ലെങ്കിൽ 40 ഡേയ്സ് 21 ഡേയ്സ് ഒക്കെ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ 2 ദിവസം വന്ന് ഡാൻസ് കളിച്ചിട്ട് വിട്ടുപോകുന്ന ആളല്ല ഈ സാത്താൻ. പ്രാർത്ഥിച്ചത് ദാനിയേലാന്ന് ഓർക്കണം, ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നതെന്ന് ഓർക്കണം. 21 ദിവസവും വിടാതെ മല്ല് പിടിക്കണമെന്നുണ്ടെങ്കിൽ, ഈ യുദ്ധം ചെയ്ത് അതും ദൂതനോട് മല്ല് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ആ ഒരു ഈ സാത്താൻ്റെ മനോഭാവം എന്താണെന്ന് ഓർത്ത് നോക്ക്. ഉദ്ദേശ കാര്യത്തെ നേടിയെടുക്കാനുള്ള അവൻ്റെ യുദ്ധതന്ത്രത്തെ തകർക്കാൻ തക്കവണ്ണമുള്ള ആത്മീയ അഭ്യാസിക്ക് മാത്രമേ ഇതിനെ ജയിക്കാനൊക്കത്തുള്ളൂ. 10 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പം ലോക്ക് ചെയ്ത് തൂക്കി നിർത്തുമ്പോൾ പ്രാർത്ഥന നിർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോണം. 10 മിനിറ്റ് ദൈവസന്നിധിയിൽ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ ഉടൻ തലപിടിച്ച് തട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടോണം. 10 മിനിറ്റ് ദൈവകാര്യത്തിന് ഒന്ന് ചെലവഴിക്കുമ്പോൾ വാ വലിച്ചു തുറക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടോണം. 21 ദിവസം ടാർജറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച മനുഷ്യന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ തടഞ്ഞു എന്നുള്ളതാണ്. അതും 21 ദിവസവും ഫൈറ്റ് ചെയ്തു. 21 ദിവസവും ഫൈറ്റ് ചെയ്തു. ഇതുപോലെ ദൂതനോട് മല്ലുപിടിച്ച് ജയിച്ച മറ്റൊരു വ്യക്തിയാണ് യാക്കോബ്. എന്നാൽ അത് ദൈവത്തിന്റെ ദൂതനുമായിട്ടാണ് മല്ല് പിടിക്കുന്നത്. ഇവിടെ ദൂതൻ സാത്താനുമായിട്ടാണ് മല്ല് പിടിക്കുന്നത്. അപ്പൊ യാക്കോബിനും ഒരു ടാർജറ്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടത്തില്ല കേട്ടോ. ഏത് ലോകത്തുനിന്നോ ഏത് രാജ്യത്തുനിന്നോ ഏത് പേരോ എനിക്കിതൊന്നും വിഷയമല്ല. പക്ഷെ നിങ്ങളെ കണ്ടാൽ അറിയാം നിങ്ങളിലൊരു ദൈവത്തിന്റെ ഭാവമുണ്ട്, നിങ്ങളിലൊരു തേജസ്സുണ്ട്. അനുഗ്രഹിക്കാൻ പറ്റുന്നവനായി എന്നോട് മല്ല് പിടിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. യാക്കോബ് പറയുന്ന കാര്യമാണ്. അപ്പൊ അതും ഒരു ടാർജറ്റ് ചെയ്തിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ആവശ്യമായിരുന്നു അത്. ഇവിടെ ദാനിയേലിനും അതുപോലെ തന്നെ ടാർജറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രെയർ ആയിരുന്നു. ഹല്ലേലൂയ. ഇതിൻ്റെ നേരെയാണ് 21 ദിവസം മല്ല് പിടിച്ചത്. നിങ്ങളെ അങ്ങനെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഉറക്കി അടിക്കുകയും 10 മിനിറ്റ് കഴിയുമ്പോൾ വാ വലിച്ചു തുറക്കുകയും 10 മിനിറ്റ് കഴിയുമ്പോൾ തൊണ്ടയ്ക്ക് അസ്വസ്ഥത വരുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു യുദ്ധമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇതിനെ ജയിച്ചാലേ നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന മറുപടികൾ നിങ്ങളുടെ കയ്യിലേക്ക് വരികയുള്ളൂ. പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭുവിനെ തടയാൻ അനുവദിക്കരുത്. പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭുവിനെ തടയാൻ അനുവദിക്കരുത്. ആമേൻ. പുറപ്പാട് പുസ്തകം നിങ്ങളിലൊന്ന് വന്നേ. പുറപ്പാട് പുസ്തകം അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. പുറപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അതിൻ്റെ 7-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നോക്കിക്കേ.
ഫറവോൻ എന്ന് പറയുന്ന മനുഷ്യന്റെ കീഴിൽ ഇസ്രായേലിലെ ജനം അടിമപ്പണി എടുത്തുകൊണ്ടിരിക്കുക. ദൈവം പല വട്ടം പല രീതിയിൽ ഇടപെട്ടു. ശ്രദ്ധിച്ചോണേ, ചില ഫറവോന്യ ശക്തികളെ പ്രതി നിങ്ങൾക്ക് ഇതുവരെ ചില കാര്യത്തിന് സാങ്ഷൻ കിട്ടാത്തവർ ഇതിനകത്ത് കാണും. ചില ഫറവോന്യ ശക്തിയെ പ്രതി ഇതുവരെ ഒരു കാര്യത്തിന് നീക്കുപോക്ക് കിട്ടാത്തവർ ഇതിനകത്ത് കാണും. അങ്ങനെയുള്ള ഫറവോന്യ ശക്തികളെയൊക്കെ ജയിക്കാൻ തിരുവെഴുത്തിനകത്ത് വാക്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആമേൻ. 7-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നോക്കി, അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. ദൈവം എനിക്ക് തരുന്ന ഒരു ദർശനപ്രകാരമാണ് ഈ മീറ്റിംഗ് നടത്തിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദൈവം എനിക്ക് തരുന്ന ദർശനപ്രകാരം. ദൈവം ഓരോ ദിവസവും ഉള്ളിൽ തരുന്ന വേർഡ് അനുസരിച്ചാണ്, അല്ലെങ്കിൽ ദർശനം അനുസരിച്ചാണ്, അല്ലെങ്കിൽ ആലോചന അനുസരിച്ചാണ് ഓരോ ദിവസത്തെ ഈ മീറ്റിങ്ങിൻ്റെ ടൈറ്റിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച മനുഷ്യരായിരുന്നു മോശയും അഹരോനും. അപ്പം ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ദൈവത്തിന് അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേലിൻ്റെ ജനത്തെ പുറത്തെടുക്കണം. ദൂത് പറയാം, എല്ലാ കാലത്തും ദൈവത്തിന് നിങ്ങൾ അടിമയായി കിടക്കുന്നതല്ല ഇഷ്ടം, അടിമത്തത്തിനകത്തുനിന്ന് പുറത്തു വരുന്നതാണ് ഇഷ്ടം. പലരും പല രീതിയിലുള്ള അടിമത്തത്തിനകത്താണ്. ചിലർ പാപത്തിൻ്റെ അടിമത്തത്തിനാണ്, ചിലർ സാമ്പത്തികമായ അടിമത്തത്തിനകത്താണ്, ചിലർ തൊഴിൽ മേഖലയിൽ അടിമയായിട്ടാണ്, ചിലർ വീട്ടിൽ തന്നെ അടിമയായിട്ടാണ്, ചിലർ സമൂഹത്തിൽ അടിമയാണ്, ചിലർ വേറെ ചില അഡിക്ഷൻസിന് അടിമയാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ ഈ അടിമത്തത്തിനകത്തുനിന്ന് പുറത്തു വരണം. ചിലർ ആത്മീയ അടിമകളാണ്, ആത്മീയ അടിമകളുമുണ്ട്. ആത്മീയമായ അടിമത്തത്തിനകത്ത് പെട്ടവർ ഉയർന്നു വരാനൊക്കത്തില്ല. ഉടനെ തലയ്ക്ക് തല്ലി താഴ്ത്തിയിടും, പിന്നെ ഒന്ന് പ്രാർത്ഥിച്ചു പൊങ്ങി വരും, വീണ്ടും തലയ്ക്ക് തല്ലി താഴ്ത്തിയിടും, വീണ്ടും പ്രാർത്ഥിച്ചു പൊങ്ങി വരും. ഒരു ഗ്രോത്ത് വരാൻ സമ്മതിക്കാത്ത സാധനം. അത് ആത്മീയതയിലും അതെ, അത് ഉപജീവന മാർഗത്തിലും അതെ, അത് ഭവനത്തിലും അതെ, കുടുംബത്തിലും അതെ, സമൂഹത്തിലും അതെ. ഒരു വളർച്ച വരാൻ, ഒരു വിടുതലെടുക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ മോശയും അഹരോനും ദൈവം കൊടുത്ത ദർശനപ്രകാരം തന്നെ ഫറവോന്റെ അടുത്ത് ചെന്നു. എന്നാൽ ദൈവം എത്ര പ്രാവശ്യം പല നിലകളിൽ ഈ ഫറവോൻ എന്ന് പറയുന്ന മനുഷ്യനോട് ഇടപെട്ടിട്ടുണ്ടെന്നറിയാമോ? എൻ്റെ ജനത്തെ വിടണം, എൻ്റെ ജനത്തെ വിടണം, എൻ്റെ ജനം, ഞാൻ അവർക്ക് കൊടുത്ത ദേശത്ത് അവർ പോകും, അവർ പാർക്കും, അവർ അനുഗ്രഹിക്കപ്പെടും. സുഹൃത്തെ, നിങ്ങൾ കരുതുന്നു നിങ്ങൾ ശപിക്കപ്പെട്ടിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന്? അല്ല. എന്നാൽ ഫറവോന് നിങ്ങളെ വിടാനൊരു മടി. ഫറവോൻ എന്ന് പറയുന്നത് ഒരു സൈറ്റാനിക് ഏജന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞാൽ, പാഴ്സി രാജ്യത്തിലെ രാജാവ് ഒരു സൈറ്റാനിക് ഏജന്റ് ആണെന്ന് പറഞ്ഞാൽ, ഈ ഫറവോനാണെങ്കിലും പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭുവാണെങ്കിലും ഇവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് സാത്താനു വേണ്ടിയാണ്. ചില ഔദ്യോഗിക പദവികളിൽ സാത്താനു വേണ്ടി വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരുടെ മൈൻഡും അവരുടെ മനസ്സും അവരുടെ സംസാരവും അവരുടെ പെരുമാറ്റവും അവരുടെ ഓർഡറും എല്ലാം സാത്താൻ പുറപ്പെടുവിക്കുന്നത് പോലായിരിക്കും. മനസ്സിനൊരു അലിവ് കാണത്തില്ല. സാത്താനു വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്, സാത്താൻ വർക്ക് ചെയ്യിക്കുന്നവരാണ്. അവരെ അവിടെ ഇരുത്തിയിരിക്കുന്നത് സാത്താനാണ്, അവർക്ക് വേണ്ടത് അവിടെ എത്തിച്ചു കൊടുക്കുന്നത് സാത്താനാണ്, അവരുടെ ഇഷ്ടങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നത് സാത്താനാണ്, ചിലരെ അവരുടെ അടിമയാക്കി കൊടുക്കുന്നത് സാത്താനാണ്. അപ്പൊ സാത്താൻ വർക്ക് ചെയ്യും, സാത്താനു വേണ്ടിയും വർക്ക് ചെയ്യും. ഇപ്പൊ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ, സാത്താൻ ഡയറക്ട്ലി ഇൻവിസിബിൾ ആയിട്ട് ചെയ്യുമ്പോൾ വിസിബിളായിട്ട് ചെയ്യാൻ സാത്താൻ ചില ആൾക്കാരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ തൊഴിൽ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു വ്യക്തി കാണാം, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു വ്യക്തി കാണാം, ഒരുപക്ഷെ ചർച്ചിൽ അങ്ങനെ ഒരു വ്യക്തി കാണാം, പട്ടണത്തിൽ അങ്ങനെ ഒരു വ്യക്തി കാണാം, നെയ്ബേഴ്സിൽ അങ്ങനെ ഒരു വ്യക്തി കാണാം, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വ്യക്തി കാണാം, ബാങ്കിൽ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു വ്യക്തി കാണാം, ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ചില പേപ്പറുകൾ ശരിയാക്കാനും സർട്ടിഫിക്കറ്റുകൾ മേടിക്കാൻ പോകുമ്പോൾ അങ്ങനെയുള്ള വ്യക്തി കാണാം. സാത്താനു വേണ്ടി വർക്ക് ചെയ്യുന്ന ഏജൻസ് അവർ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അവർ ഏത് കിങ്ഡത്തിൽ വർക്ക് ചെയ്യുന്നു എന്ന് അവർ പോലും അറിയുന്നില്ല. ഏത് ശക്തിയാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നു എന്ന് അവർ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഫറവോന്റെ അടുത്ത് മോശയും അഹരോനും ചെല്ലുന്നതൊരു ദൈവശബ്ദത്തെ പ്രതിയാണ്. ഞാനൊരു ദൂത് പറയാം. ദൈവശബ്ദത്തെ പ്രതി നിങ്ങൾ ചിലരെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ
ഇന്നല്ലെങ്കിൽ നാളെ 10 ബാധ ഏറ്റിട്ടാണെങ്കിലും നീ ദൈവത്തിൻ്റെ കൽപ്പന പൂർത്തിയാക്കി തന്നേ പറ്റത്തുള്ളൂ ഫറവോനെ. ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ആമേൻ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ. നിങ്ങളൊരു ദൈവശബ്ദത്തിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ട് ചില കഠിനമായ ഫറവോൻ്റെ ഹൃദയത്തെ കണ്ട് തകർന്നിരിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ, ഇനി അവിടെയും കഴിഞ്ഞില്ലെങ്കിൽ 10 ബാധ ഏറ്റിട്ടാണെങ്കിൽ പോലും ഫറവോനെ നീ ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ചേ പറ്റൂ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ ആത്മാവിൽ പറയുന്നു, ചില ഫറവോന്റെ ശക്തികൾ നിങ്ങളുടെ അവകാശങ്ങൾ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ഫറവോന്യ ശക്തികൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചില ഫറവോന്റെ കഠിന ഹൃദയത്തെ പ്രതി ഇതുവരെ പല കാര്യങ്ങൾക്കും നീക്കുപോക്ക് വന്നിട്ടില്ലെങ്കിൽ, ഇന്ന് ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അത് ദൈവത്തിന്റെ ആത്മാവ് റിലീസ് ചെയ്തിരിക്കും. അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അഹരോൻ തൻ്റെ വടി ഫറവോന്റെയും അവൻ്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ നിലത്തിട്ട് അത് സർപ്പമായി തീർന്നു. അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു. മിസ്രയീമ്യ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. അവർ ഓരോരുത്തർ താൻ്റെ വടി നിലത്തിട്ടു, അവയും സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹരോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. ഫറവോന്റെ ഹൃദയമോ, ശ്രദ്ധിക്കണേ, ഫറവോന്റെ ഹൃദയമോ യഹോവ അരുളി ചെയ്തതുപോലെ കഠിനപ്പെട്ടു, അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. ഇവിടെ ഒന്ന്, ദൈവത്തിന് ഇസ്രായേൽ ജനത്തിന് അറിയിച്ചു കൊടുക്കണമായിരുന്നു, എത്ര ബുദ്ധിമുട്ടിയാണ് നിങ്ങളെ ദൈവം ഒരു അടിമത്തത്തിനകത്തുനിന്ന് പുറത്തെടുക്കുന്നത്. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. നിങ്ങളെന്ന വ്യക്തി ഇന്ന് ശക്തരായി നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്, ദൈവിക കാര്യങ്ങൾക്ക് ചുമൽ കൊടുക്കുന്ന വ്യക്തിയാണ്. നിങ്ങളെന്ന വ്യക്തിയെ ഈ ഒരു രീതിയിലാക്കാൻ ദൈവം എത്ര അടിമ നുഖങ്ങൾ തകർത്ത്, അടിമ ചങ്ങലകളെ ഖണ്ഡിച്ച്, ഇത്ര ഇരുമ്പോടാമ്പലുകളെ പൊളിച്ചാണ് നിങ്ങളെ ഇന്ന് ഈ ഒരു അനുഭവത്തിൽ നിർത്തിയിരിക്കുന്നതെന്നറിയാവോ? ദൈവം കരയുന്ന സന്ദർഭം ഏതാണ്? അങ്ങനെ ദൈവം രക്ഷ ചെയ്ത് കൊണ്ടുവന്ന് ഇതുപോലെ നിർത്തിയതിന് ശേഷം പിന്നെയും പഴയ പാപത്തിലേക്കും പഴയ അടിമത്തത്തിനകത്തും പഴയ കൊള്ളരുതായ്മയ്ക്കും അവിശ്വാസത്തിലും ദൈവഹിതമില്ലായ്മയ്ക്കും ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾക്കകത്തുമൊക്കെ പോയി കഴുത്ത് വെച്ചു കൊടുത്ത് ആ നുകം നമ്മൾ തന്നെ വെച്ച് കെട്ടാൻ കഴുത്ത് താഴ്ത്തി കൊടുക്കുന്ന സമയത്താണ് തമ്പുരാൻ കരയുന്നത്. ഇസ്രായേൽ ജനം ഇത്രയും പാടുപെട്ടാണ് ഫറവോന്റെ കീഴിൽ നിന്ന് അവരെ രക്ഷിച്ച് സ്വതന്ത്രരാക്കുന്നതെന്ന് ചിന്തിക്കുന്ന പോലുമില്ല. കാരണം മുൻപോട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ വായിക്കുമ്പോൾ കാണാം അവർ എത്രത്തോളം ദൈവനിഷേധികളായി ജീവിക്കുന്നു എന്ന്. ഇവിടെയാണ് നമ്മുടെ ബ്ലെസ്സിങ്സ് തടയപ്പെടുന്നത്. ഇവിടെയാണ് ബ്ലെസ്സിങ്സ് തടയപ്പെടുന്നത്. കാരണം കനാൻ പ്രാപിക്കാൻ കഴിയാതെ പോയത് ദൈവത്തോടുള്ള മറുതലിപ്പ് കൊണ്ടാണ്. ഇന്ന് ആരെങ്കിലും ദൈവത്തെ മറുതലിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിൽ, ദൈവത്തെ വിളിക്കുന്നവരെ പോലും പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഒന്ന് ദൈവത്തെ ഭയപ്പെടുന്നത് നല്ലതാണ്. നമ്മുടെ ദൈവത്തിന് സ്നേഹവും ഉണ്ട്, നമ്മുടെ ദൈവത്തിന് കോപവും ഉണ്ട്. ബൈബിളിൽ 10 ബാധകളെ ഫറവോന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു എന്നാ പറയുന്നത്. ഈ മനസ്സൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി, ഈ ഒരു കഠിനത അലിയാൻ വേണ്ടി. ഫറവോന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഠിനതയാണ്. ദിസ് ഇസ് എ സ്പിരിറ്റ്, കഠിനത. എത്ര തന്നെ നമ്മുടെ മുന്നിൽ വന്ന് അവതാ പറഞ്ഞാലും അലിയാത്തൊരു മനസ്സ്, എത്ര തന്നെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ എന്ന് കണ്ടാലും അലിയാത്തൊരു മനസ്സ്, നമ്മുടെ മുന്നിൽ വന്ന് ഒരു വ്യക്തി സഹായം ചോദിച്ചാൽ പോലും ചെയ്യാതെ മനസ്സ്, നിങ്ങൾക്ക് വന്ന ദാരിദ്ര്യം എനിക്ക് വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ഉള്ള നമ്മുടെ മനോഭാവം, അലിയാത്ത മനസ്സെന്ന് പറയുന്നത് ഫറവോനീയമാണ്. വചനം പറയുന്നു ശ്രദ്ധിച്ചില്ല, ഫറവോൻ ശ്രദ്ധിച്ചില്ല. പലതും നമ്മളും അങ്ങനെ, നമ്മൾ ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ല എന്ന് കാണിക്കും. പലപ്പോഴും നമുക്ക് മനസ്സിലായാലും മനസ്സിലായില്ല എന്നങ്ങ് നടിക്കും. അതാണല്ലോ എളുപ്പം. 14-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു. ദൂത് പറയാം. ഇവിടെ എന്താണ് പാസ്റ്റർ ഉദ്ദേശിക്കുന്നത് സൈറ്റാനിക് ഡിലേ എന്ന് ചോദിച്ചാൽ, ഈ 10 ബാധ അയക്കണമായിരുന്നോ? 1, മോശയും അഹരോനും ഇത്രയും കിടന്ന് കെഞ്ചണമായിരുന്നോ? 2, ഇത്രയും വലിയ ദൈവശബ്ദങ്ങൾ കേൾക്കണമായിരുന്നോ? ദൈവത്തിൻ്റെ ആത്മാവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് മോശ ആദ്യമേ ചെന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ജനത്തെ വിട്ടുകൊടുക്കുക എന്ന ഒരു ധാർമ്മികമാകുന്ന പ്രവൃത്തി, ഉത്തരവാദിത്വം ഫറവോൻ ചെയ്യേണ്ടതല്ലേ ഉള്ളൂ. പക്ഷെ കഠിനമാക്കുന്നു, പക്ഷെ വൈകിക്കുന്നു,
ഇന്നലെ റിലീസാകേണ്ടത്, മെനിങ്ങാന്ന് റിലീസാകേണ്ടത്, കഴിഞ്ഞ മാസം റിലീസാകേണ്ടത്, കഴിഞ്ഞ മാസം ജാമ്യം കിട്ടേണ്ടത്, കഴിഞ്ഞ മാസം വിൽപ്പന നടക്കേണ്ടത്, കഴിഞ്ഞ മാസം ഇൻക്രിമെന്റ് ഉണ്ടാകേണ്ടത്, കഴിഞ്ഞ മാസം ഫ്ലൈറ്റ് കയറേണ്ടത്, കഴിഞ്ഞ മാസം ഡോക്യുമെന്റ് ഒക്കെ ആകേണ്ടത്, കഴിഞ്ഞ മാസം കാണാതെ പോയത് കിട്ടേണ്ടത് വൈകിക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയാൽ ഇവിടെ ഫറവോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ മുന്നിലെ കാരണമെങ്കിലും അദ്ദേഹത്തിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ആ ഹൃദയത്തെ കഠിനമാക്കുന്നു. അങ്ങനത്തെ നിലയിൽ ഇത് റിലീസാകാതെ, ഇസ്രായേൽ ജനം റിലീസാകാതെ ലോക്കായി കിടക്കുന്നു. ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ഫറവോന്റെ കഠിനത നിമിത്തം ഇസ്രായേൽ റിലീസാകുന്നില്ല. ഫറവോന്റെ കഠിനത നിമിത്തം അഹരോന്റെ ചോദ്യത്തിന് മറുപടി കിട്ടുന്നില്ല. ഫറവോന്റെ കഠിനത നിമിത്തം മോശയുടെ പ്രവൃത്തി ജയം കാണുന്നില്ല. ഇന്ന് ആത്മാവിൽ ഞാൻ താങ്കളെ നോക്കി പറയുന്നു, ഇതുപോലെ ചില കഠിനതകൾ നിമിത്തം തടയപ്പെട്ടിരിക്കുന്നത് എന്തും ഇന്ന് പകൽ എൻ്റെ ദൈവത്തിന്റെ ആത്മാവ് അത് റിലീസ് ചെയ്യാൻ പോകുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് റിലീസ് ചെയ്യാൻ പോകുകയാണ്. ആമേൻ, ആമേൻ. ദാനിയേലിന് വേണ്ടി ഗബ്രിയേലിനെ അയച്ചു. ഗബ്രിയേലിനെ തടഞ്ഞവന് വേണ്ടി മിഖായേലിനെ അയച്ചതുപോലെ ഇസ്രായേൽ ജനത്തിനു വേണ്ടി മോശയെ അയച്ചു. മോശയോടുകൂടെ അഹരോനെ അയച്ചതുപോലെ അഹരോനും മോശയും ചെയ്തിട്ട് ഫലം കാണാത്തതിനു വേണ്ടി 10 ബാധകളെ ദൈവം അയച്ചതുപോലെ എന്തൊന്നയച്ചാലേ നിങ്ങളുടെ മറുപടി കിട്ടത്തുള്ളൂ എങ്കിൽ തമ്പുരാൻ ഇന്നത് ചെയ്യുവാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കുകയാണ്. ഈ മെസ്സേജ് ആർക്കോ ഉള്ള ക്ലിയറായ ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ആണ്. തടയപ്പെട്ടതെന്തോ, ആരുടെ ഹൃദയ കഠിനത നിമിത്തം നിങ്ങൾക്കൊരു മറുപടി കിട്ടാതിരിക്കുന്നു, ആരുടെ ഇടപെടൽ നിമിത്തം നിങ്ങളുടെ ബ്ലെസ്സിങ്സ് തടയപ്പെട്ടിരിക്കുന്നു, അത് മാനുഷികമോ, അത് സാത്താനീയമോ, അത് ജാതീയമോ, അത് ആത്മീയമോ, എന്ത് തന്നെയാണെങ്കിലും ഇന്ന് സ്വർഗം അത് തകർത്ത് നിന്റെ കയ്യിൽ മറുപടി കൊണ്ടുവന്നിരിക്കും. വിശ്വസിക്കുന്നവർ ചേർന്ന് ആമേൻ. ചിലതൊക്കെ തകർന്നാലേ, ചിലതിനെയൊക്കെ ബാധ തൊട്ടാലേ മറുപടി വരത്തുള്ളെങ്കിൽ, തമ്പുരാൻ അതിന് മടിക്കുകയല്ല. കാരണം ദൈവത്തിന് വിഷയം മനസാന്തരപ്പെടാത്തൊരു ഫറവോനല്ല, ദൈവത്തിന്റെ വിഷയം ഈ കിടക്കുന്ന ലക്ഷക്കണക്കിന് ഇസ്രായേൽ ജനമാണ്. നിങ്ങളൊരു വ്യക്തിയെ ദൈവത്തിന്റെ ആത്മാവ് തൊട്ടാൽ നിങ്ങളിലൂടെ കോടിക്കണക്കിന് ജനം യേശുവിനെ അറിയുമെങ്കിൽ ദൈവത്തിന് ഇഷ്ടം നിങ്ങളെ തൊടുന്നതാണ്. ദൈവത്തിന് ഇഷ്ടം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ തടയുന്നതിനെ തകർക്കുന്നതാണ്. കമോൺ, ദൈവത്തിന്റെ ആത്മാവ് ആരെയൊക്കെയോ സ്പർശിച്ചു തുടങ്ങുകയാണ്. ഏതൊക്കെയോ വ്യക്തികളെ സ്പർശിച്ചു തുടങ്ങുകയാണ്. കാരണം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ജഡത്തെയും രക്തത്തെയും അറസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ദുഷ്ടാത്മ സേനയാണ്. ഇന്ന് നിങ്ങളുടെ സ്നേഹത്തെ ഇതുപോലെ വൈകിക്കുന്നെങ്കിൽ, ചിലരുടെ മനസ്സിൽ നിന്ന് നിങ്ങളിലേക്ക് പുറപ്പെടേണ്ട സ്നേഹം വൈകിയിരിക്കുന്നെങ്കിൽ, ചിലരുടെ കയ്യിൽ നിന്ന് നിങ്ങളിലേക്ക് വരേണ്ട ന്യായമായ നന്മകൾ തടയപ്പെട്ടിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ വസ്തു വിൽപ്പന ബ്ലോക്കായി നിൽക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജോലിയിലേക്കുള്ള കയറ്റം ബ്ലോക്കായി നിൽക്കുന്നെങ്കിൽ, നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വൈകുന്നുവെങ്കിൽ, നിങ്ങളുടെ മിനിസ്ട്രി വൈകുന്നുവെങ്കിൽ, നിങ്ങളെ ദൈവം ഉപയോഗിക്കുന്ന കാര്യത്തിൽ കാലതാമസം വരുന്നെങ്കിൽ, അത് സൈതാനികമാണെങ്കിൽ ഈ സെക്കൻഡിൽ സ്വർഗം അതിനെ ഡീൽ ചെയ്യട്ടെ. സ്വർഗം എവിടെയോ അതിശക്തമായി ഇറങ്ങുകയാണ്. എവിടെയോ കൺഫ്യൂസ് ആക്കി നിർത്തിയിരിക്കുന്ന വ്യക്തിയെ ദൈവം തൊടുന്നു. കൺഫ്യൂസ് ആക്കി നിർത്തിയിരിക്കുന്ന വ്യക്തിയെ, ഞാൻ മിനിസ്ട്രിക്ക് വിളിക്കപ്പെട്ട വ്യക്തിയാണോ, ഞാൻ ദൈവത്തിന് വേണ്ടി ഉള്ള വ്യക്തിയാണോ, എന്റെ കാര്യത്തിൽ ദൈവം ഇടപെടുവോ എന്ന് ചിന്തിക്കുന്ന വ്യക്തിയെ ദൈവാത്മാവ് പറയുന്നു, നിന്റെ മറുപടി എന്നോ പുറപ്പെട്ടു. പക്ഷേ പകുതി വഴിയിൽ വെച്ച് അതിനെ ക്യാച്ച് ചെയ്യുന്ന ഒരു എതിർ കക്ഷി ദൈവം ഇന്ന് അവനെ തൊടുകയാ. ഇവിടെ എവിടെയോ ആത്മീയ യുദ്ധം നടക്കുക. കിഴക്ക് ദിക്കിലൂടെ ദൈവം കൽപ്പിക്കും, തെക്കേ നീ തടഞ്ഞു വെക്കല്ലേ, വടക്കെ വിട്ടുതരിക. ദൈവം കൽപ്പിക്കും. ആ നന്മകളൊക്കെ റിലീസാകട്ടെ, ബ്ലെസ്സിങ്സ് റിലീസാകട്ടെ. 4 ദിക്കിലും വ്യാപരിക്കുന്ന സകല തീന്മയുടെ ശക്തിയും ദൈവ കൽപ്പന പുറപ്പെടുവിക്കുന്നു, തകർത്ത റിലീസാകട്ടെ. സൗഖ്യങ്ങൾ വൈകുന്നുണ്ടോ? നിങ്ങളുടെ സൗഖ്യങ്ങൾ, ഹീലിംഗ്സ് വൈകുന്നുണ്ടോ? റൈറ്റ് നൗ അത് റിലീസ്.
ആമേൻ. ആ സൗഖ്യങ്ങൾ സ്വീകരിക്കുക, സൗഖ്യങ്ങൾ സ്വീകരിക്കുക. മാറി 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 ചികിത്സിച്ചു. 1 ഡോക്ടർ, 2 ഡോക്ടർ, 5 ഡോക്ടർ, 10 ഡോക്ടർ, ഒത്തിരി ഡയഗ്നോസ് ചെയ്ത് നോക്കി, ഒത്തിരി ടെസ്റ്റ് ചെയ്ത് നോക്കി. അവർ പഠിച്ച രീതി വെച്ച് നോക്കുവാണെങ്കിൽ സൗഖ്യമാകേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും നിനക്ക് സൗഖ്യം വന്നില്ല. Right now, receive your healings. Right now, receive your healings in the name of Yesu Masiha. Rikata Mayanta. ഇപ്പോൾ തന്നെ അത് സ്വീകരിക്കുക. ആ ദൈവിക സൗഖ്യങ്ങൾ റിലീസ് ആകട്ടെ. ഏയ് റന്തേന മകോയന്തോറുബ റസൽതാര മഗസിയ. വ്യക്തമായി പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഈ സമയം ഈ ദൈവ സാന്നിധ്യം സ്വീകരിക്കുന്നവന്റെ മേൽ ഹീലിംഗ്സ് നടക്കുകയാണ്. നിങ്ങൾ സാക്ഷ്യം പറയും. നിങ്ങൾ ഇവിടുത്തെ പ്രയർ ലൈൻ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യും നിങ്ങൾക്കുണ്ടായ സാക്ഷ്യത്തെക്കുറിച്ച്. റിസീവ് നൗ. ഇവിടെ പാഴ്സി രാജ്യത്തിന്റെ പ്രഭുവിന് തടയാൻ പറ്റാത്ത ഒരു ക്ലൗഡാണ് നിറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ഫറവോന്യ ശക്തിക്കും കഠിനമാക്കാൻ പറ്റാത്ത ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഓപ്പൺ ആയി നിൽക്കുന്നത്. In the mighty name of Jesus, I decree and declare, അത്ഭുതത്തിന്റെ സൗഖ്യങ്ങൾ നടക്കട്ടെ, അത്ഭുതത്തിന്റെ വിടുതലുകൾ നടക്കട്ടെ, ഒരു ഇൻക്രീസിംഗ് ഉണ്ടാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ടോ? ദൈവ സാന്നിധ്യത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ടോ? ഇപ്പോൾ ആ സൗഖ്യം സ്വീകരിക്കുക, വിടുതൽ സ്വീകരിക്കുക. in the name of Jesus. ചില തീരുമാനങ്ങൾ എടുക്കുക. ദൈവ സന്നിധിയിൽ ഉറച്ചു നിൽക്കുമെന്ന തീരുമാനങ്ങൾ എടുക്കുക, ചേർന്ന് നിൽക്കുമെന്ന തീരുമാനങ്ങൾ എടുക്കുക. പിശാചിനെ നിങ്ങളിൽ നിയമപരമായി ബ്ലോക്ക് ചെയ്യാനുള്ള എല്ലാ ലീഗൽ റൈറ്റ്സും ഈ സെക്കൻഡിൽ അത് ഡിസ്ട്രോയ് ചെയ്യപ്പെടട്ടെ. in the name of Jesus. മത്തായി എഴുതിയ സുവിശേഷം 17:21 പ്രകാരം ഉപവാസവും പ്രാർത്ഥനയുമാണ് ഈ വിടുതൽ പിടിച്ചു നിർത്തുന്നത്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം പറയുന്നു, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അതതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ദർശനത്തിനൊരു അവധി. സുഹൃത്തേ, നിങ്ങളുടെ ദർശനത്തിന് ഒരു സമാപ്തി വരാൻ പോവുക. നിങ്ങൾ കണ്ട കാര്യം, നിങ്ങളുടെ കാത് കേട്ടത് കണ്ണ് കാണാൻ പോകുന്ന ഒരു ദിവസമാണ്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം പറയുന്നു, ദർശനത്തിന്റെ അവധി കഴിയുക. പലർക്കും അവധി വെച്ചത്, മറുപടികൾ അവധി വെച്ചത്, വിടുതലുകൾ അവധി വെച്ചത്, ആമേൻ, അവസരങ്ങൾക്ക് അവധി വെച്ചത്, മുന്നേറ്റത്തെ കെട്ടി തടഞ്ഞിട്ടത്, എതിർ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കെട്ടിയത്, എല്ലാ ആത്മീയമായി കെട്ടിയ ബന്ധനങ്ങൾ ഉൾപ്പെടെ ഈ സെക്കൻഡിൽ യേശുവിൻ നാമത്തിൽ പൊളിയട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45:2, നിന്റെ മുമ്പേ ദൈവത്തിന്റെ ദൂതനെ ദൈവം അയക്കും. ഹല്ലേലൂയ. കാരണം 2 കൊരിന്ത്യർ 10:4-5 വാക്യങ്ങൾ പറയുന്നു, ദൈവസന്നിധിയിൽ ശക്തിയുള്ള പോരിനുള്ള ആയുധങ്ങൾ എനിക്കും നിങ്ങൾക്കും ഉണ്ട്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു ഒരു ഡെലിവറൻസിന്റെ ടൈമാണ് എന്നിൽ വരുന്നതെന്ന്? ഒരു എന്നിലേക്ക് വരുന്നതെന്ന്. ഒരു ഡെലിവറൻസിന്റെ ടൈമാണ് എന്നിലേക്ക് വരുന്നതെന്ന് എത്ര ദൈവമക്കൾ തിരിച്ചറിയുന്നെങ്കിൽ ഈ സെക്കൻഡിൽ അത് സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആഹ്വാനം ചെയ്യുമ്പോൾ, ഇനിയും നിങ്ങൾ അധൈര്യപ്പെട്ടും, ഇനിയും നിങ്ങൾ മടിച്ചും മരവിച്ച് നിൽക്കുകയാണെങ്കിൽ, നാളെ ഒരു അവസരം നിങ്ങൾക്കുണ്ടാകണമെന്നില്ല. സോ ഈ സെക്കൻഡിൽ ആ ദൈവശക്തിയെ സ്വീകരിക്കും. ഫറവോന്യ ശക്തികൾ കഠിനമാക്കിയതിനെ പ്രതി റിലീസാകാത്ത പേപ്പറുകൾ ഈ സെക്കൻഡിൽ റിലീസാകാത്ത വ്യക്തികൾ ഈ സമയം റിലീസാകട്ടെ. നീ ഒരു അടിമയെ പോലെ കിടക്കുന്നിടത്ത് കർത്താവിന്റെ ദൂതൻ ഇറങ്ങുക. സുഹൃത്തെ, നിങ്ങളൊരു അടിമ പോലെ കിടക്കുന്നിടത്ത്, നിങ്ങളൊരു അടിമ പോലെ പണിയെടുക്കുന്നിടത്ത് കർത്താവിന്റെ ദൂതൻ ഇറങ്ങും. In the name of Jesus, നിന്നെ എൻ്റെ ദൈവത്തിന്റെ ഫേവറേറ്റ് ആക്കാൻ പോവുക. നിങ്ങളെ എൻ്റെ ദൈവത്തിന്റെ ഫേവറേറ്റ് ആക്കാൻ പോവുക. യഹോവ സിയാന്തേ ജീസസ് ശകമന ഹദുനി ബിബി ദിഗദലരമ ബ്രിഗദലരല മധുനി ബിദിഗദ ശഗദരഗനഗെ. ദൈവത്തിന്റെ ആത്മാവേ, ഈ സെക്കൻഡിൽ വിശ്വസിക്കുന്നവരുടെ കൂടാരങ്ങളിൽ ഇറങ്ങുക.
അത്ഭുതത്തിന്റെ ശക്തി വ്യാപരിച്ചു തുടങ്ങട്ടെ. അത്ഭുതത്തിന്റെ കരം ചലിച്ചു തുടങ്ങട്ടെ. കർത്താവ് ചിലരുടെ നിന്ദയെ നീക്കുന്നു. ദൈവം ചിലരുടെ കാലതാമസത്തെ ഹാൻഡിൽ ചെയ്തു. മറുപടിയുമായി ഇറങ്ങിയ ദൂതനെ പോലും വലയിട്ട് പിടിക്കുന്ന സകല സാധാന്യ വലക്കണ്ണികളും ഈ സെക്കൻഡിൽ പൊളിഞ്ഞു മാറട്ടെ. അത് സൗഖ്യങ്ങളെ വൈകിക്കുന്നതാണെങ്കിലും, വിടുതലുകളെ വൈകിക്കുന്നതാണെങ്കിലും, നന്മകളെ വൈകിക്കുന്നതാണെങ്കിലും, ഉയർച്ചകളെ വൈകിക്കുന്നതാണെങ്കിലും, Amen. In the name of Jesus, ഒരു വർദ്ധനവിനെ തടയുന്നതാണെങ്കിൽ ഇപ്പോൾ എന്റെ ജീവിതത്തിൽ നിന്ന് അത് യേശുവിൻ നാമത്തിൽ break ചെയ്യും. Oh Jesus. അതെ, നിങ്ങൾക്ക് വരേണ്ട മാനം, നിങ്ങൾക്ക് വരേണ്ട പേർ, നിങ്ങളുടെ പേർക്ക് വരേണ്ടത്, നിങ്ങളുടെ പേർക്ക് വരേണ്ട നീതി, ഇതിനെയൊക്കെ തടയുന്ന ഡിമോണിക് പവർ യേശുവിൻ നാമത്തിൽ ക്രഷ് ചെയ്യും. നിങ്ങളെ ചുവട് വെച്ച് മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ പുറകിലോട്ട് വലിക്കുന്ന കഠിനത ഉടയട്ടെ. ഒരു കാലതാമസത്തെ ശാസിക്കുന്ന കാറ്റിറങ്ങട്ടെ. കാലതാമസത്തെ വൈകിപ്പിക്കുന്ന കാറ്റ്, ഒരു ഹെവൻലി ആക്സിലറേഷൻ ഇതിനകത്ത് ഇപ്പോൾ റിലീസാകട്ടെ. മൈറ്റി ഗ്ലോറി. വടക്ക് തടയപ്പെട്ട് നിൽക്കുന്നത് ഇപ്പോൾ റിലീസാകട്ടെ. തെക്ക് തടയപ്പെട്ട് നിൽക്കുന്ന നന്മ ഇപ്പോൾ റിലീസാകട്ടെ. പടിഞ്ഞാറ് തടയപ്പെട്ട് നിൽക്കുന്ന നന്മ ഇപ്പോൾ റിലീസാകട്ടെ. കിഴക്ക് തടയപ്പെട്ട് നിൽക്കുന്ന നന്മയും മറുപടിയും ഇപ്പോൾ റിലീസാകട്ടെ. 4 ദിക്കിലും ഒരു പ്രോസ്പെരിറ്റിയുടെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെട്ടു വരട്ടെ. നന്മകൾ ഓപ്പൺ ആകട്ടെ. യാത്രകൾ ഓപ്പൺ ആകട്ടെ. ഡിമാൻഡ് വർദ്ധിക്കട്ടെ. In the mighty name of Jesus, ഹീലിംഗ്സ് സംഭവിക്കട്ടെ. എല്ലാം തടയപ്പെട്ടിരിക്കുന്ന ഹീലിംഗ്സ് റിലീസ് ആകട്ടെ. തടയപ്പെട്ടിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സ്, തടയപ്പെട്ടിരിക്കുന്ന നീതി, തടയപ്പെട്ടിരിക്കുന്ന സമാധാനം, തടയപ്പെട്ടിരിക്കുന്ന സമ്പത്ത്, തടയപ്പെട്ടിരിക്കുന്ന വിൽപ്പനകൾ എല്ലാം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ ഓപ്പൺ ആകട്ടെ. ഓപ്പൺ ആകട്ടെ. ഓപ്പൺ ആകട്ടെ. ഷൈഡ റമന ഹസ്തേ റഗന്ദേ അംതേ റഗാർതേരി ഹൽമ റഗാസീദ റീഗൽ തേമാന ഹൽബുദ റിഗൽ തേരി അന്തരരമ. പരിശുദ്ധാത്മാവ് തൊടുന്നു ചിലരെ ശക്തിയോടെ സ്പർശിക്കുകയാണ്. ഓ ജീസസ്, you are holy, my Lord. You are holy. You are faithful. You are almighty. Rasatana rabagon tolorogon sianteneribi. Oh Jesus, you are Lord. You are Lord, Papa. പിതാവേ, ഞാൻ ഈ ജനത്തിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ മഹാസാന്നിധ്യം കൊണ്ടും ശക്തി കൊണ്ടും അങ്ങയുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് നിറച്ചു. അങ്ങയുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ബലപ്പെടുത്തി. അങ്ങയുടെ പ്രിയപ്പെട്ടവരെ ശക്തീകരിച്ചു. അവരോട് സംസാരിച്ചു. അവരുടെ ഹൃദയങ്ങളെ കർത്താവ് സ്പർശിച്ചു, തുറന്നു. അപ്പാ, ഈ നന്മയും മക്കളെ അനുഭവിക്കട്ടെ. ഈ സന്ദേശം ഇവരുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറട്ടെ. ഒരത്ഭുതത്തിൻ്റെ വഴിയും വാതിലും ഇന്നത്തെ ശുശ്രൂഷയിൽ തുറന്നു എന്ന് കേൾക്കുവാൻ ദൈവപിതാവേ അവിടുന്ന് ഇടയാക്കണമേ. തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ചേർന്ന് പറയാം ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളുടെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഈ നമ്പറിൽ അയക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഇതിനോടകം ഞങ്ങളുടെ ഈ ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ സമയം എല്ലാവർക്കും അറിയാം, എങ്കിലും പുതിയ ആൾക്കാർക്കായി പറയുന്നു. രാവിലെ 6:30 നമുക്ക് യൂട്യൂബിലും, വൈകുന്നേരം 6:30 നമുക്ക് യൂട്യൂബിലും സൂമിലുമായി ഈ ശുശ്രൂഷകൾ ദിവസവും നടന്നു വരുന്നു. എല്ലാ ദിവസവും നടന്നു വരുന്നു. നിങ്ങൾ മിസ് ചെയ്യാതെ കണ്ട് നിങ്ങൾ സ്വീകരിക്കുന്ന ആ ഒരു ആത്മീയ എനർജി നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യണമെന്ന് ഞാൻ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന ലിങ്കുകൾ നിങ്ങൾ തീർച്ചയായും പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യാൻ കഴിയുമെങ്കിൽ ഷെയർ ചെയ്യണം. സ്റ്റാറ്റസായി ഇടാൻ പറ്റുമെങ്കിൽ സ്റ്റാറ്റസായി ഇടണം. അങ്ങനെ മറ്റുള്ളവരിലേക്കും കൂടെ ദൈവവചനം നിങ്ങൾ എത്തിക്കുവാൻ നിങ്ങൾ പ്രയത്നിച്ചാട്ടെ. അതിൻ്റെ ബ്ലെസ്സിങ് നിശ്ചയമായിട്ട് നിങ്ങൾക്കുണ്ട്. നമുക്കടുത്ത ദിവസം കാണാം. അതുവരെ കർത്താവിൻ്റെ ചിറകടിയിൽ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സൂക്ഷിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു.